ഗായ്സ് അപ്പോൾ അടുത്തൊരു വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പോൾ തലയൊക്കെ കോതി ഒരുങ്ങി സെറ്റായിട്ട് എങ്ങോട്ടാണ് പോകണമെന്നല്ലേ, എങ്ങോട്ടാണ് പോകണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ നേരെ വന്ന് നമ്മളെ വന്ന ചങ്കും ചങ്കിടിപ്പുമായിട്ടുള്ള കുട്ടപ്പൻ്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. ഇന്ന് എൻ്റെ കുട്ടപ്പൻ്റെ കാണാൻ പോണേണ്. അപ്പോൾ ഡ്രസ്സൊക്കെ മേടിച്ച് നേരെ കാറി കയറി നേരെ കുട്ടപ്പൻ്റെ അടുത്തെത്തി. ഗൈസ് ഇതാണ് കുട്ടപ്പൻ. കുട്ടപ്പനായിട്ട് ചങ്കാണ്, ചങ്കിടിപ്പാണ്. അപ്പോൾ ഇതാ കാണിച്ചു തരാം ഗൈസ്, ഇതാണ് നമ്മളെ പയ്യൻ. അപ്പോൾ പയ്യൻ്റെ ബർത്ത്ഡേ ഉണ്ടോ, പയ്യൻ ഫുൾ പവറാണ്, വേറെ വൈബാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഫോണായി കഴിഞ്ഞാൽ ഇവൻ്റെ ഓഫ് ചെയ്യാനുള്ള സ്വിച്ച് എവിടെയാണെന്ന് നമ്മൾ തിരയുന്ന രീതിക്കുള്ള വൈബുള്ളൊരു പയ്യനാണ്. ബലൂണിലായാലും ഗെയിമിങ്ങിലായാലും എല്ലാത്തിലും ഓൺ പവറേഷ് മൂഡാണ് ആൾ. അപ്പോൾ അതാ എല്ലാം കണ്ടല്ലോ, അവൻ വൈബാണ്, അവൻ വൈബായിട്ട് നിൽക്കുകയാണ് കത്തിയൊക്കെ ആയിട്ട്. അങ്ങനെ കുട്ടപ്പായിയുടെ രണ്ടാം പിറന്നാൾ ആഘോഷമായിരുന്നു നടന്നത്. അങ്ങനെ കുട്ടപ്പായി കേക്ക് കട്ട് ചെയ്ത് ലാസ്റ്റ് കരച്ചിലായി, എപ്പോഴത്തെ പോലെ കരച്ചിൽ. അവനിഞ്ഞി ഈ വലിയ കേക്കും കൂടെ കട്ട് ചെയ്യണമെന്ന് അങ്ങനെ നമ്മൾ പിടിച്ചിറക്കി. പിന്നെ വീണ്ടും കരച്ചിലായി, തിരിച്ച് കയറ്റി. വീണ്ടും അവൻ പിന്നെ കട്ട് ചെയ്ത്. അങ്ങനെ ഞാൻ അതിൽ നിന്നൊരു ചോക്ലേറ്റ് എടുത്ത്, ബീഡി പോലത്തെ ഒരു ചോക്ലേറ്റ് ഉണ്ടായിരുന്നിട്ട് അതെടുത്ത് കഴിച്ച്. പിന്നെ അത് അടുത്ത കേക്ക് കട്ട് ചെയ്യുമ്പോഴും അടുത്തവന് മൂന്ന് നില 2 നില കേക്കായിരുന്നു, അതും കട്ട് ചെയ്ത്. ഫുൾ വൈബാണ്. അങ്ങനെ അവന് കിട്ടിയ ഗിഫ്റ്റാണ് കേട്ടോ അന്നത്തെ ദിവസം. ഈ ഒരു വീടാണ് കിട്ടിയത്. ഞാൻ നമ്മളൊക്കെ ഡ്രസ്സൊക്കെ എടുത്ത് കൊടുത്ത് കുറച്ച് സാധനങ്ങളൊക്കെ അവന് കിട്ടി. അപ്പോൾ എന്തായാലും അവൻ ഫുൾ പവറാണ് കേട്ടോ. ഈ വീട് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഈ വീട്ടിൻ്റെ അകത്ത് കിടന്ന് ഉറക്കവും ബഹളവും ബലൂണോ എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അവൻ അടുത്ത പ്ലാൻ ചെയ്യണുണ്ട്. അപ്പോൾ അങ്ങനെ വന്ന ഗസ്റ്റുകൾക്കൊക്കെ അവൻ ടാറ്റ പറയണം. വണ്ടിയിൽ യാത്ര ഇപ്പൊക്കെ കഴിഞ്ഞ് അങ്ങനെ നമ്മളും അവൻ്റെ അടുത്ത് യാത്ര പറഞ്ഞ് നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ അടുത്തൊരു വ്ളോഗുമായിട്ട് കാണുന്നത്. ബൈ.